ഹായ് ഫ്രണ്ട്സ്, ക്യാബിനറ്റ് മിഷൻ 1946 കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ആയിരിക്കുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ കേട്ടാലോ. ക്യാബിനറ്റ് മിഷൻ 1946 ഇന്ത്യൻ നേതാക്കളുമായി അധികാര കൈമാറ്റ ചർച്ചകൾ നടത്തുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച് 23 കറാച്ചിയിലും തുടർന്ന് മാർച്ച് 24 ഡൽഹിയിലും എത്തി. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഒന്നുകൂടി, പത്തിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇവരൊക്കെയാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാനാണ് പത്തിക് ലോറൻസ്. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? പത്തിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് 1946 കേട്ടോ. അപ്പോൾ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് 1946. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 1. ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക. 2. ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടന നിർമ്മാണ സഭ സ്ഥാപിക്കുക. 3. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് എന്നാണ് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് എന്നാണ് 1946 സെപ്റ്റംബർ 2. 1946 സെപ്റ്റംബർ 2. ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? വേവൽ പ്രഭുവാണ് ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ്. ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് വേവൽ പ്രഭുവുമാണ്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. കൂട്ടുകാരെ, ചെറിയൊരു വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.